ഹലോ ഐസി ലവ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഷെഫ് പിള്ളയുടെ ഫിഷ് നിർവാണയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഷെഫ് പിള്ളയുടെ കൊച്ചിൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം മാരിനേറ്റ് ചെയ്യാനുള്ള മസാല എടുക്കുക. സ്വല്പം മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ നോർമൽ മുളക് പൊടി എരിവുള്ളത്, പിന്നെ കുറച്ച് പെപ്പർ, ഉപ്പ്, ഇത്രയാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ചേരുവകൾ. പിന്നെ നമ്മൾ സ്വല്പം ലെമൺ, നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇന്ന് 2 വലിയ വറ്റയുടെ കഷ്ണമാണ് ഞാൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കിങ് ഫിഷോ കരിമീനോ എന്താണേലും യൂസ് ചെയ്യാം. ഞാൻ വറ്റ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായി നാരങ്ങ പിഴിഞ്ഞ ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ വറ്റയുടെ കഷ്ണങ്ങളെടുത്ത് മാരിനേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ഓൾറെഡി വറ്റ മേടിച്ചു കൊണ്ടുവന്ന് കഴുകിയപ്പോൾ തന്നെ സ്വല്പം മഞ്ഞൾ ഉപ്പിട്ട് തന്നെയാണ് ഞാൻ പുരട്ടി വെച്ചിരുന്നത്. അപ്പം ഇത് നമുക്ക് നന്നായി മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ പോവും. അപ്പം ഇതിവിടെ റെഡിയായി മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി സ്വല്പം കറിവേപ്പില അതിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നമ്മുടെ ഫിഷ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഫിഷിൻ്റെ കഷ്ണം, നമ്മുടെ വറ്റ മാരിനേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. മാരിനേറ്റ് ചെയ്ത് വെക്കണം എന്നൊന്നുമില്ല, മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് നന്നായി നമുക്കിത് പൊരിച്ചെടുക്കണം. ഇപ്പോൾ ഫിഷ് നന്നായി പൊരിച്ചെടുത്തിട്ടുണ്ട്. 2 സൈഡും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഗ്രേവിയുടെ ബേസ് നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിരിക്കുന്ന, മൺചട്ടി ഇല്ലെങ്കിൽ അപ്പം ഉണ്ടാക്കുന്ന ചട്ടിയായാലും ഓക്കെയാണ്. എന്നിട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, ലോ ഫ്ലെയിമിൽ വെക്കണേ. എന്നിട്ടൊരു നല്ല വാഴയില കഴുകി തുടച്ചെടുത്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക എണ്ണയുടെ ഉള്ളി. എന്നിട്ട് ഈ ഇലയുടെ മേളിലും സ്വല്പം വെളിച്ചെണ്ണ, വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇത് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു സ്വല്പം വെളിച്ചെണ്ണ വാഴയിലയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ഓൾറെഡി പൊരിച്ച് വെച്ചിരിക്കുന്ന 2 കഷ്ണം മീനുണ്ടല്ലോ, അത് ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്ത് തേങ്ങാപ്പാൽ 1/2 കപ്പ് ഒഴിക്കണേ. അപ്പം ഇത് ഈ ഇലയ്ക്കൊരു ചെറിയൊരു ഓട്ട വീണ് പോയായിരുന്നു. അപ്പം തേങ്ങാപ്പാൽ അതിൻ്റെ അടിയിലോട്ട് പോയായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഇഞ്ചി വളരെ പൊടിയായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, പിന്നെ 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ മാങ്ങ, പച്ചമാങ്ങ ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങക്കൊത്ത് 1 ടേബിൾ സ്പൂൺ നല്ല സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില സ്വല്പം ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്വല്പം പെപ്പർ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ്, അത്രയാകാവേ, അതിൽ കൂടുതലാവരുത്, 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പം ഞാനിത് അടച്ച് വെക്കാൻ പോവാം. 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ നമ്മുടെ അടിപൊളി ഫിഷ് നിർവാണം ഇവിടെ പക്കയായിട്ട് റെഡിയായി. ഈ ഒരു മൈൽഡായിട്ടൊരു ലൈറ്റ് ബ്രൗണോ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോയിഷ് കളറേ ആകാവൂ. അപ്പോൾ നമ്മുടെ ഫിഷ് നിർവാണം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും പോലെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സ്റ്റേ സേഫ്.